ഇത് നിങ്ങളുടെ മോഡ്യൂൾ 1 ഒരു ടോപ്പിക്കാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡസ് ആൻഡ് നോൺ ഹസാർഡസ് വേസ്റ്റ്. അപ്പോൾ ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം. നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി വേസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് കോസ് ഹാം ടു പീപ്പിൾ ഓർ ദ എൻവയൺമെന്റ്. ഓക്കെ, എൻവയൺമെന്റിനോ മനുഷ്യന്മാർക്കോ ഒരു ആപത്തും കോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആനിമൽസ് എന്നുണ്ടെങ്കിൽ എൻവയൺമെന്റിനകത്ത് അനിമൽസും പ്ലാന്റ്സും ഒക്കെ വരും. അപ്പോൾ അതെടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ഉദ്ദേശിക്കുന്നതാണ് പ്ലാന്റ്സ്, ആനിമൽസ്, പീപ്പിൾ, ഇവർക്ക് ഒരു ഹാമും കോസ് ചെയ്യാത്ത വേസ്റ്റ് എന്താണ്, അതാണ് നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് ഫോം, നോൺ ഹസാർഡസ് വേസ്റ്റ് ഇസ് എനി വേസ്റ്റ് ദാറ്റ് കനോട്ട് ബി ക്ലാസിഫൈഡ് ആസ് ഹസാർഡസ്. ഹസാർഡസ് ആണെന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്തതിനെ നമുക്ക് നോൺ ഹസാർഡസ് എന്ന് പറയാം. അതായത് കൊറോസീവ് ആയിട്ടുള്ള വേസ്റ്റുകളുണ്ട്, അത് ഹസാർഡസ് ആണ്. പിന്നെ ടോക്സിക് ആയിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള വേസ്റ്റുകളുണ്ട്, അത് ഹസാർഡസ് ആണ്. പിന്നെ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ട്, അത് ഹസാർഡസ് ആണ്, പൊട്ടിത്തെറിക്കുന്ന വേസ്റ്റ്. പിന്നെ റിയാക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ട്, അതും ഹസാർഡസ് ആണ്. ഇങ്ങനെയുള്ളത് ഒക്കെ ഹസാർഡസ് വേസ്റ്റ്, അല്ലാത്തതൊക്കെ നോൺ ഹസാർഡസ് വേസ്റ്റ്. ഓക്കെ, അപ്പൊ നോൺ ഹസാർഡസ് വേസ്റ്റിന്റെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. നമ്മൾ നോട്ട് ചെയ്യണം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണം ഈ നോൺ ഹസാർഡസ് വേസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വേസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ റെക്കോർഡിക്കലാക്കണം, അല്ലെങ്കിൽ അതിനെ ഡോക്യുമെന്റ് ചെയ്യണം. അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ടൈപ്പ്, അതിന്റെ വെയിറ്റ്, അതിന്റെ ഡെൻസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വരുന്നത് ഡിസ്പോസൽ ഓഫ് നോൺ ഹസാർഡസ് വേസ്റ്റ് ആണ്. എങ്ങനെയാണ് നമുക്ക് നോൺ ഹസാർഡസ് വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ റിയാക്റ്റീവും കൊറോസീവും ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ റീയൂസ് ചെയ്യാം. റീയൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാൻ ഉണ്ട്. ആ ക്യാൻ നമ്മുടെ പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്യാൻ പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് കീറി വേണമെങ്കിൽ ഫ്ലോർ പോട്ടായിട്ട് ഉപയോഗിക്കാം. ഇതാണ് റീയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊന്നും കൂടെ യൂസ് ചെയ്യുക വേറെ പർപ്പസിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്ത അതേ പ്ലാസ്റ്റിക് ബാഗുകൾ ഫർദർ ആയിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ കടയിൽ പോയി സാധനം വാങ്ങി, നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് ബാഗ് കിട്ടി. ആ പ്ലാസ്റ്റിക് ബാഗ് അടുത്ത വട്ടം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പുതിയൊരു ബാഗ് വാങ്ങിക്കേണ്ട ആവശ്യം ഇല്ല. ഇതാണ് റീയൂസ് എന്ന് പറയുന്നത്. റീസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പർ, ഗ്ലാസ് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് റീസൈക്കിൾ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് ഒരു സെക്കൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ആയിട്ടുള്ള പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഗ്ലാസോ മാനുഫാക്ചർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, രണ്ട് ഗ്രേഡിലുള്ള പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നോവൽ ആണെങ്കിൽ തന്നെ നോവൽ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഗ്രേഡിലുള്ള പേപ്പറിൽ പ്രിന്റ് ചെയ്ത നോവലുണ്ട്, സെക്കൻഡ് ഗ്രേഡിലും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഗ്രേഡിന് കുറച്ച് വില കുറവായിരിക്കും, പക്ഷേ നമുക്ക് വായിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റീസൈക്കിൾ നമുക്ക് ചെയ്യാം. നമ്മുടെ നോൺ ടോക്സിക്, നോൺ കൊറോസീവ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത് പേപ്പർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് ഒക്കെ. പിന്നെ റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ കണ്ടെത്തുക. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്ലാസ്റ്റിക് ഇലക്ട്രോണിക് വേസ്റ്റ് ഇട്ടെന്ന് വിചാരിക്കാം. ആ ഇലക്ട്രോണിക് വേസ്റ്റിൽ നിന്ന് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റൽസ്, അതുപോലെ തന്നെ ഗോൾഡ്, പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വസ്തുവിനെ തിരിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ റിക്കവറി എന്ന് പറയുക. എന്നിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്തതിന് ബാക്കി ഡിസ്പോസ് ചെയ്ത് കളയാം. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെ ഫർദർ, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിസ്പോസ് ചെയ്യാൻ പോകുന്ന വേസ്റ്റിനെ ഫർദർ നോൺ ടോക്സിക്കും നോൺ കൊറോസീവ് ആയിട്ട് മാറ്റുക എൻവയൺമെന്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്. പിന്നെ വരുന്നത് ഡിസ്പോസൽ ആണ്. നേരത്തുള്ളത് അതായത് നമ്മൾ സാധാരണ നമ്മുടെ അഗ്രികൾച്ചറൽ വേസ്റ്റ് കൊണ്ട് തള്ളുന്നത്, അതായത് ഇപ്പോൾ കമ്പോസ്റ്റ് വിറ്റ് എടുത്ത് കഴിഞ്ഞാൽ കമ്പോസ്റ്റ് വിറ്റ് നമ്മുടെ അഗ്രികൾച്ചർ ഉള്ളത് വെജിറ്റബിൾ വേസ്റ്റും അതുപോലെ ഡൊമസ്റ്റിക് വേസ്റ്റും ഇതൊക്കെ നമ്മൾ വെട്ടി ചുരുക്കിയതൊക്കെ അവിടെ കൊണ്ട് തള്ളും. ഇതാണ് ഡിസ്പോസൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത, റീയൂസ് ചെയ്യാൻ പറ്റാത്ത, റിക്കവർ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുക. ഫൈൻ. പിന്നെ വരുന്നത് ഹസാർഡസ് വേസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ EPA എന്ന് പറഞ്ഞ എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട് ഹസാർഡസ് വേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെ. ഒന്ന്, ഡിഗ്രി ഓഫ് കൊറോസിവിറ്റി. നല്ലപോലെ കൊറോസീവ് ആയിട്ടുള്ള എന്തെങ്കിലും വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഹസാർഡസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ആസിഡ്സ് ആൻഡ് ബേസസ് എടുക്കണം. സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ വളരെ ലോ pH വാല്യൂ ആയിരിക്കും, സ്ട്രോങ് ബേസ് ആണെങ്കിൽ വളരെ ഹൈ pH വാല്യൂ ആയിരിക്കും. അപ്പോൾ അത് പലപ്പോഴും അത് മെറ്റൽസിനെയും അതുപോലെ തന്നെയുള്ള ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് ആണെങ്കിലും മെറ്റൽസ് ആണെങ്കിലും സെറാമിക്സ് ആണെങ്കിലും എല്ലാത്തിനും ഇന്ററാക്ട് ചെയ്യുകയും കൊറോഡ് ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട്. അതായത് സ്റ്റീലൊക്കെ ആണെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്യും, മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊറോസീവ് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഡിസ്പോസൽ റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതായത് ഇത്രയുമേ നമ്മൾ റിലീസ് ചെയ്യാൻ പാടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗ്രൗണ്ടിലേക്കാണ് ഡംപ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര പാർട്സ് പെർ മില്യൺ, ഇത്ര മില്ലിഗ്രാംസ് പെർ ലിറ്റർ മാത്രമേ പാടുള്ളൂ വെൻ ഇറ്റ് ഇസ് ഔട്ട് ഫോർ ഡിസ്പോസൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ഓഫ് കൊറോസിവിറ്റി. ഫ്ലേമബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉള്ള ചില ഫോർ എക്സാമ്പിൾ കെമിക്കൽസ് അല്ലെങ്കിൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കറിയാം നമുക്കൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തി കഴിയുമ്പോഴായിരിക്കും ഏതൊരു മെറ്റീരിയലും ബേൺ ചെയ്യുക, കത്തുക. ഓക്കെ, ചില വസ്തുക്കൾക്ക് വളരെ ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ആ ചെറിയ ടെമ്പറേച്ചറിൽ അത് കത്തിപ്പിടിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, ഒരു 50 ഡിഗ്രി സെന്റിഗ്രേഡ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉള്ള ഒരു വസ്തുവാണെങ്കിൽ ആ വസ്തു പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കും. 50 ഡിഗ്രി സെന്റിഗ്രേഡ് ആകുമ്പോൾ കത്തിപ്പിടിക്കും. ഏകദേശം പാലക്കാട് 50 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടായി വിചാരിക്കുക. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ തന്നെ ചൂടായി പോകും, കത്തിപ്പോകും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ വലിയൊരു ഫയറായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഫ്ലേമബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉള്ള വസ്തുക്കളാണെങ്കിൽ കെയർ ഷുഡ് ബി ടേക്കൻ. പിന്നെ ടോക്സിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിസണസ് ആയിരിക്കാം ചിലത്. ഓക്കെ, ഈ സയനൈഡ് പോലെയുള്ള വസ്തുക്കൾ, ഇതൊക്കെ ഒരു ചെറിയ എമൗണ്ട് തന്നെ നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് കൻ കോസ് ഫൈറ്റലിറ്റീസ്. അത് മനുഷ്യന്മാരാവാം, മൃഗങ്ങളാവാം, എന്ത് വേണമെങ്കിലും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ലെഡ്, മെർക്കുറി ഇങ്ങനെയുള്ള വസ്തുക്കളുടെ പ്രസൻസ് ഇതൊക്കെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഒരു വളരെ പരിമിതമായ എമൗണ്ടിന് കൂടുതൽ കയറി കഴിഞ്ഞാൽ, അതായത് എന്താ പറയാ, ചെറിയൊരു എമൗണ്ട് ഇൻജസ്റ്റ് ചെയ്താൽ തന്നെ അത് പലതരത്തിലുള്ള ന്യൂറൽ ഡിസോർഡേഴ്സ് ഒക്കെ കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെറ്റലായിട്ട് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആസിഡോ ബേസോ വാട്ടറോ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാം. ചിലത് പെട്ടെന്ന് കത്തിപ്പോകാം, ചിലത് പെട്ടെന്ന് ആവിയായി പോകാം, വോളറ്റൈൽ ആവാം. അത് അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ ഉണ്ടാക്കാം, എയർ പൊല്യൂഷൻ ഉണ്ടാക്കാം. ഇങ്ങനെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ്. ദേ ആർ ഓൾസോ ക്ലാസിഫൈഡ് ആസ് ഹസാർഡസ്. സോ ഇതാണ് ഹസാർഡസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ആ ഒരു മാനദണ്ഡം. ഓക്കെ, സോ പിന്നെ ഇതിൽ പറയുന്നത് ചില ലിസ്റ്റുകളെ കുറിച്ചാണ്. F ലിസ്റ്റ്, അതുപോലെ K ലിസ്റ്റ്, P ലിസ്റ്റ്, U ലിസ്റ്റ്, ഇതൊക്കെ നിങ്ങളുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ F ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന എന്തൊക്കെ ടൈപ്പ്, അതായത് ഈ ലിസ്റ്റുകൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ടൈപ്സ് ഓഫ് വേസ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അതായത് സർട്ടൻ കെമിക്കൽസ്,
ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി ഇതിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും ഈ ലിസ്റ്റുകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ, എഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന സബ്സ്റ്റൻസ് ഡെറൈവ് ഫ്രം മെറ്റൽ ഫിനിഷിംഗ് ടെക്നിക്സ് ആൻഡ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. ഇലക്ട്രോ പ്ലേറ്റിംഗ് നടക്കുന്ന ഇൻഡസ്ട്രിയിലും അതുപോലെ മെറ്റൽ ഫിനിഷിംഗ് നടക്കുന്ന ഇൻഡസ്ട്രിയിൽ നിന്നും വരുന്ന വേസ്റ്റുകൾ, പിന്നെ വുഡ് ട്രീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, ക്രിയോസോട്ട് പോലെയുള്ള വസ്തുക്കൾ, പിന്നെ വേസ്റ്റ് വാട്ടർ ഫ്രം റിഫൈനറി ഓപ്പറേഷൻ, അതായത് പെട്രോളിയം, ക്രൂഡ് ഓയിൽ നിന്ന് നമ്മൾ പെട്രോളും ഡീസലും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നില്ലേ, ആ ഒരു പ്രോസസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, ഇതാണ് എഫ് ലിസ്റ്റിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റൽ ഫിനിഷിംഗുമായിട്ട് ബന്ധപ്പെട്ട്, വുഡ് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ റിഫൈനറി പെട്രോളിയം, ക്രൂഡ് ഓയിൽ റിഫൈനറിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, ഇതാണ് എഫ് ലിസ്റ്റ്. ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകളെ നമുക്ക് എഫ് ലിസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. പിന്നെ കെ ലിസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെസ്റ്റിസൈഡ് ക്രിയേഷനുമായിട്ട്, ഇൻഡസ്ട്രി സെക്ടേഴ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു പെസ്റ്റിസൈഡ് ക്രിയേഷൻ, ഇൻസെക്ടിസൈഡ്, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ, പിന്നെ അയൺ, അലുമിനിയം, അതുപോലെ തന്നെ സ്റ്റീൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രികളിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, എക്സ്പ്ലോസീവ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, അതായത് എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കുന്ന കടകളിൽ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിൽ അവിടെ നിന്ന് വരുന്ന വേസ്റ്റുകൾ, പിന്നെ ഓയിൽ റിഫൈനറീസ് ആൻഡ് കോൾ പ്രോസസിംഗ്. കോൾ പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ കോൾ ഇംപ്യൂർ ആയിരിക്കും, അത് നമുക്ക് പ്യൂർ ആക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? തെർമൽ പവർ പ്ലാന്റ്സിൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതാണ് കോൾ പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓയിൽ റിഫൈനറി, കോൾ പ്രോസസിംഗിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, ഇതൊക്കെ കെ ലിസ്റ്റിൽ വരും. പിന്നെ പി ലിസ്റ്റിൽ വരുന്നതാണ് നിങ്ങളുടെ ഈ ആർസനിക്, അതായത് നാർക്കോട്ടിക് ആയിട്ടുള്ള കുറെ സബ്സ്റ്റൻസസ്, അതായത് ആർസനിക് ആസിഡ്, നിക്കോട്ടിൻ, ഫ്ലോറിൻ, ഇങ്ങനെയുള്ളത്. ഇതൊക്കെയാണ് പി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ഈ പി ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കെമിക്കൽസിൽ 3-4 എണ്ണം മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ യു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കാണ്. ഫോർമാൽഡിഹൈഡ്, അസറ്റോൺ, സൈലീൻ, ബെൻസീൻ, ഇങ്ങനെയുള്ള വസ്തുക്കൾ, ഇതാണ് യു ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഈ ലിസ്റ്റുകളും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ചില കെമിക്കൽസിന്റെ പേരും പഠിച്ചു വെച്ചോ. വെരി ഇമ്പോർട്ടന്റ് ഫോർ